പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ ആദരിക്കുന്ന, അനുസ്മരിക്കുന്ന, മറിയത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഒരു തിരുനാളിനെക്കുറിച്ചാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ. ആദ്യമേ ബൈബിൾ ഒരു ഭാഗം വായിച്ചു കേൾക്കാം. അതിനുശേഷം ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1:46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ ആദരിക്കുന്ന, മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്ന, മറിയത്തിലൂടെ ദൈവം നൽകുന്ന വലിയ കൃപകൾക്ക് നന്ദി പറയുന്ന അവസരമാണ് മരിയൻ തിരുനാളുകൾ. മിക്കവാറും ആണ്ടുവട്ടത്തിലെ എല്ലാ മാസങ്ങളിലും മാതാവിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ഏതെങ്കിലും തിരുനാളുകളുണ്ടാവും. ജനുവരി 1 തീയതി തന്നെ മാതാവിൻ്റെ ദൈവമാതൃത്വം ആഘോഷിക്കുന്ന ദിവസമാണ് ജനുവരി 1. അവസാനം ഡിസംബർ 8 തീയതി മാതാവിൻ്റെ അമലോത്ഭവം തിരുനാളാണ്. 25 തീയതി നമുക്കറിയാം യേശുവിൻ്റെ ജനന തിരുനാൾ മാതാവിൻ്റെയും തിരുനാളാണ്. അനേകം തിരുനാളുകൾ മാതാവിന് വേണ്ടി പ്രതിഷ്ഠിതമായിട്ടുണ്ട്. 2 മാസങ്ങൾ പ്രത്യേകിച്ചും മെയ് മാസം മാതാവിൻ്റെ വണക്കത്തിന് വേണ്ടിയുള്ള മാസമായി കണക്കാക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മാതാവിൻ്റെ വണക്കമാസം എല്ലാ ദിവസവും വായിക്കുകയും അതിലെ കഥകളൊക്കെ കേട്ട് അത്ഭുതം കൊള്ളുകയും അവസാനം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. വണക്കവാസം എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്, എന്താണെന്ന് അറിയാൻ പാടില്ല. അവസാനം വണക്കമാസമാണെന്ന് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒക്ടോബർ മാസം മാതാവിന് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിത മാസമാണ്. ഒക്ടോബർ ഭക്തി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. മാതാവിൻ്റെ സഹായം തേടുന്ന കൊന്ത നമസ്കാരത്തിൻ്റെ മാസമാണ്. ജപമാല മാസം എന്നൊക്കെ പറയും. ഒക്ടോബർ മാസത്തിലെ 10 ദിവസം മിക്കവാറും എല്ലാ കത്തോലിക്ക പള്ളികളിലും ഏതെങ്കിലും 10 ദിവസം പ്രത്യേകമായി വിശുദ്ധ കുർബാനയുടെ ആരാധനയും ജപമാല പ്രാർത്ഥനയും ഒക്കെ നടക്കാറുണ്ട്. ഇങ്ങനെ അനേകം തിരുനാളുകൾ. മാതാവിനെ തന്നെ പല പേരുകൾ നമ്മൾ അറിയാറുണ്ട്. നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് വേളാങ്കണ്ണി മാതാവെന്നോ അല്ലെങ്കിൽ ലൂർദ് മാതാവെന്നോ ലാസലറ്റ് മാതാവെന്നോ ഫാത്തിമ മാതാവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത് ഒരമ്മ തന്നെയാണെങ്കിലും ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെടുത്തി വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ മാതാവിൻ്റെ അനേകം ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. പല രീതിയിലുള്ള ചിത്രങ്ങൾ, പല പേരിലുള്ള നിത്യസഹായ മാതാവെന്നും ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവെന്നും അതുപോലെ തന്നെ രക്ഷകൻ്റെ അമ്മയെന്നും ഒരുപാട് പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ തിരുനാളുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇന്ന് പ്രധാനമായിട്ട് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാനും ധ്യാന വിഷയമാക്കാനും ആഗ്രഹിക്കുന്നത് ഒരു കാര്യമാണ്: മാതാവിൻ്റെ അമലോത്ഭവം. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് കത്തോലിക്ക സഭ കാത്തു സൂക്ഷിക്കുന്നത്. ആദ്യത്തേത്, മറിയം ദൈവത്തിൻ്റെ മാതാവാണ്. ദൈവമാതൃത്വം തെയോത്തോക്കോസ് എന്നാണ് ഗ്രീക്കിൽ പറയുക. അത് എഫേസുസ് സിനഹദോസ് 452 നിർവചിച്ചതാണ്. നെസ്തോറിയൻ പാഷണ്ഡതയ്ക്കെതിരെ കൊണ്ടുവന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. യേശു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ വരിക. യേശു യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നു, പക്ഷേ ദൈവവുമായിരുന്നു. അപ്പം മനുഷ്യനായി ജനിച്ചത് മറിയത്തിൽ നിന്നാണ്. ദൈവം ഒരിക്കലും ജനിക്കുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കാവൂ. അതല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കാം. ഇതായിരുന്നു നെസ്തോറിയൻ നിലപാട്. പോരാ, യേശു ദൈവമായതുകൊണ്ട്, ജനിക്കുന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കണം എന്ന് നിർബന്ധമായും ഒരു വിശ്വാസത്യമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തെയോത്തോക്കോസ്, ദൈവമാതൃത്വം എന്നത് 452 വർഷം എഫേസുസ് സിനോദോസിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി. രണ്ടാമത്തെ വിശ്വാസ പ്രഖ്യാപനം മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ളതാണ്. ഡിസംബർ 8 തീയതി നമ്മൾ ആഘോഷിക്കുന്ന മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ. മൂന്നാമത്തെ വിശ്വാസ സത്യം മാതാവിൻ്റെ സ്വർഗാരോപണമാണ്. അത് നമ്മൾ വേറൊരു അവസരത്തിൽ പഠന വിഷയമാക്കുന്നതാണ്. അപ്പോൾ അമലോത്ഭവത്തെക്കുറിച്ച് ചുരുക്കമായിട്ട്, അമലോത്ഭവം എന്ന് പറയുമ്പോൾ, മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായും ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം പോലെയാണ് പരിശുദ്ധ അമ്മ ജനിച്ചത് എന്നർത്ഥമാകുന്നില്ല.
മാതാപിതാക്കന്മാരുടെ ശാരീരികമായ ബന്ധത്തിലും തന്നെയാണ്. കന്യാജനനമല്ല ഇവിടെ സംഭവിക്കുന്നത്. മറിയം ഒരു സാധാരണ ശിശുവായിട്ടാണ് ജനിക്കുന്നത്. അമലോത്ഭവം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതേ ഉള്ളൂ, എല്ലാ മനുഷ്യരും ഉത്ഭവത്തിലൂടെ പങ്കുചേരുന്ന ഉത്ഭവപാപത്തിൽ മറിയം പങ്കുചേരാതെ രക്ഷിക്കപ്പെട്ടു. ഉത്ഭവപാപം എന്താണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം നഷ്ടപ്പെട്ട ദൈവകൃപ ഇല്ലാതെയാണ് ഓരോ മനുഷ്യ വ്യക്തിയും ജനിക്കുക. അതുപോലെ തന്നെ പാപത്തിൻ്റെ ഫലമായുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, തിന്മയിലേക്കുള്ള ചായ്വ് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ആരംഭം മുതൽ കിട്ടും, ജന്മനാൽ ലഭിക്കുന്ന ഈ മനുഷ്യാവസ്ഥ, പാപാവസ്ഥയാണ് ഒറിജിനൽ സിൻ എന്ന് വിശേഷിപ്പിക്കുക. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും കടന്നു വന്നു. ഇപ്രകാരം എല്ലാവരിലും പാപവും മരണവും വർത്തിക്കുന്നു. പക്ഷേ ഈ ഒരു മനുഷ്യനിലൂടെ കടന്നു വന്ന പാപത്തെ മറ്റൊരു മനുഷ്യനിലൂടെ ദൈവം പരാജയപ്പെടുത്തി തോൽപ്പിച്ചു എന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അമലോത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഉത്ഭവഭാവത്തെക്കുറിച്ച് പറയുന്ന ഈ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. 15-ാം വാക്യം, എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. 19-ാം വാക്യം, ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയിരുന്നത് പോലെ കൃപ നീതി വഴി കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. ഇപ്പോഴേ ഒരു മനുഷ്യനിലൂടെ കടന്നു വന്ന പാപം മറ്റൊരു മനുഷ്യനിലൂടെ പരിഹരിക്കപ്പെടുന്നു. അപ്രകാരം പാപം പരിഹരിക്കുന്ന യേശുവിലൂടെയാണ് എല്ലാവർക്കും പാപമോചനം ലഭിക്കുക. അപ്പോൾ മറിയം രക്ഷിക്കപ്പെട്ടവളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്നത് പോലെ ജനനത്തിനു ശേഷം മാമോദീസായിലൂടെ ലഭിക്കുന്ന ഒരു പാപമോചനമോ രക്ഷയുമല്ല. ഉത്ഭവത്തിൻ്റെ നിമിഷത്തിൽ തന്നെ ഈ രക്ഷ മറിയത്തിന് ലഭ്യമായി എന്നാണ് സഭ പഠിപ്പിക്കുക. എന്താണ് സഭയുടെ ആധികാരികമായ പഠനം? അത് സഭയുടെ പ്രബോധനത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കട്ടെ. പിയൂസ് 9-ാമൻ മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതി ഇൻഎഫാബിലിസ് ദേവൂസ്, അവാച്യനായ ദൈവം എന്ന ഒരു ചാക്രിക ലേഖനത്തിലൂടെ മാതാവിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. ആ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തമായ ഭാഗമാണ് ഞാനിവിടെ തർജ്ജിമ ചെയ്ത് ഉദ്ധരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാലും കാരുണ്യത്താലും മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പരിഗണിച്ച് ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്ന സത്യം ദൈവം വെളിപ്പെടുത്തിയതാണെന്നും തന്മൂലം എല്ലാ വിശ്വാസികളും എപ്പോഴും ഉറച്ചു വിശ്വസിക്കേണ്ടതാണെന്നും നാം പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ നിർവചനത്തിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മറിയം ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ പാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരുന്നു, പാപത്തിൽ വീണില്ല. അത് സ്വന്തം യോഗ്യത കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ മാമോദീസായിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ഈ കൃപ മറിയത്തിന് മുൻകൂറായി ലഭിച്ചു എന്നാണ് അത് അർത്ഥമാക്കുക. യേശുവിൻ്റെ രക്ഷണീയ കർമ്മത്തെ മുൻകൂട്ടി പരിഗണിച്ചുകൊണ്ട് ദൈവം മറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചിക്കുന്നു അഥവാ രക്ഷിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, വഴിയെ നടന്നു പോകുന്ന ഒരു കുഞ്ഞ് ചെളിയിൽ ചവിട്ടുന്നു, കാലിൽ ചെളി പറ്റുന്നു. അപ്പുറത്ത് വരുമ്പോൾ അമ്മ ആ കുഞ്ഞിൻ്റെ കാല് കഴുകി വെടിപ്പാക്കി വിടുന്നു. ഇപ്പോൾ കാല് ശുദ്ധമാണ്. പക്ഷേ അമ്മയ്ക്ക് മറ്റൊന്ന് ചെയ്യാം. ഈ ചെളിയിലൂടെ നടന്നു പോകുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് ചെളിയിൽ വയ്ക്കുന്നു. അപ്പുറത്ത് കിടക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാലിൽ ചെളി ഉണ്ടാവില്ല, കഴുകേണ്ട ആവശ്യമില്ല. ഇതാണ് വാസ്തവത്തിൽ മാമോദീസായ വഴിയും അമലോത്ഭവം വഴിയും സംഭവിക്കുന്നത്. എല്ലാ മനുഷ്യരും ഉത്ഭവഭാവത്തിൽ ഇരയായി തീർന്ന് പിന്നീട് യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ കഴുകപ്പെടുന്നു, അവൻ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. മറിയത്തെ ആകട്ടെ ദൈവം തൻ്റെ കൃപയാൽ മുൻകൂറായി രക്ഷപ്പെടുത്തുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. മറിയത്തിൻ്റെ അമലോത്ഭവം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയും. അമലോത്ഭവം, മാക്കുള എന്ന് ലത്തീൻ വാക്കുണ്ട്, കറ എന്നാണ് മാക്കുള എന്ന വാക്കിൻ്റെ അർത്ഥം. ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ മാക്കുള ഇല്ലാത്ത അഥവാ കറയില്ലാത്തത്. അങ്ങനെ കറയില്ലാത്ത ഒരു ജീവിതം. ഇപ്പോൾ ഒറിജിനൽ സിന്നെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇപ്രകാരമുള്ള ഉത്ഭവഭാവത്തിൽ നിന്ന് മറിയം കാത്തു സൂക്ഷിക്കപ്പെട്ടു. ഇനി ഈ അമലോത്ഭവ സത്യം അഥവാ വിശ്വാസത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ അല്പം ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നത് സഹായകമാകും ഞാൻ കരുതുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ AD 5-ാം നൂറ്റാണ്ട് മുതൽ സിറിയൻ സഭയിൽ ഈ വിശ്വാസം ഒരു സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു, വിശ്വസിക്കപ്പെട്ടിരുന്നു,
തിരുനാളായി ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ സിറിയൻ സഭയിലാണ് ഇതുണ്ടായത്. പിന്നീട് സീറോ മലബാർ സഭയിൽ വരികയുണ്ടായി. അതേസമയം ബൈസന്റൈൻ ചർച്ച്, കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ബിസാൻസിയം കേന്ദ്രമാക്കിയുള്ള ബൈസന്റൈൻ സഭയിൽ 7-ാം നൂറ്റാണ്ട് മുതലേ മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി സ്വീകരിച്ച് ആഘോഷിക്കപ്പെട്ടിരുന്നു. 1477 പോപ്പ് സിക്സ്റ്റൈൻ ചാപ്പൽ എന്ന് പറയുന്ന മനോഹരമായ മൈക്കലാഞ്ചലോയുടെ മനോഹരമായ കലാസൃഷ്ടികളുള്ള പെയിൻറ്റിങ്ങുള്ള സിക്സ്റ്റൈൻ ചാപ്പലിന് ഓർഡർ കൊടുത്ത് അത് നിർമ്മിക്കാനായിട്ട് പ്രേരിപ്പിച്ച സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പ 1477 ഈ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ അല്ലെങ്കിൽ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ ആഗോള സഭയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്, ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഡിസംബർ 8-ാം തീയതി 1854 ഡിസംബർ 8-ാം തീയതിയാണ് പിയൂസ് 9-ാമൻ മാർപ്പാപ്പ ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുക. 4 വർഷം കഴിഞ്ഞപ്പോൾ ലൂർദിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷമുണ്ടായി ബെർണഡറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്. അവസാന ദിവസം മാതാവ് ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്, ഐ ആം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഇയോ സോയ് ഇമാക്കുലാദ കോൺസെപ്സിയോൺ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മെഡലിൻ്റെ മുകളിൽ എപ്പോഴും കാണും. നീ ആരാണ് ചോദ്യത്തിന് ഞാൻ അമലോത്ഭവയാണ് എന്ന് പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തിയുണ്ടായി. ഇപ്പോൾ മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച ആ സത്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണത്തിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി 1858. ഇപ്രകാരമാണ് അമലോത്ഭവം എന്ന സത്യം സഭയിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഈ ഒരു വിശ്വാസ സത്യത്തിന് ഉപോദ്ബലകമായി എന്ത് ബൈബിൾ വാക്യമാണുള്ളത്? 10-ാം പീയൂസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇപ്രകാരമാണ്: കൃത്യമായി ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല ഈ വിശ്വാസം സഭ സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് ആരംഭം മുതലേയുള്ള സഭയുടെ വിശ്വാസം, സെൻസൂസ് പോപ്പുളും സെൻസു ഫീദയി, സെൻസൂസ് പോപ്പുളി ഒക്കെ പറയാറുണ്ട്. ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. വിശ്വാസികളുടെ സുദൃഢമായ സാക്ഷ്യമാണ്. എന്നാൽ എല്ലാ തിയോളോജിയൻസും, ദൈവശാസ്ത്രകാരന്മാരും ഈ വിശ്വാസത്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഉദാഹരണത്തിന് വിശുദ്ധ ബെർണാഡ്, തോമസ് അക്വൈനസ്, ബൊനവൻതൂര ഇവരൊന്നും ഇത് വിശ്വാസ സത്യമായെന്ന് പരിഗണിച്ചിരുന്നില്ല. മറിയത്തിന് അമലോത്ഭവത്തെ സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നുമില്ല. പക്ഷേ അതിനുണ്ടാകുന്ന പ്രശ്നം ഇതായിരുന്നു: യേശുവിൻ്റെ രക്ഷ, യേശു നൽകുന്ന രക്ഷ സാർവലൗകികമാകണമെങ്കിൽ, യേശുവിലൂടെ മാത്രമേ എല്ലാവർക്കും രക്ഷയുള്ളൂവെങ്കിൽ എങ്ങനെ ഒരാൾ യേശുവിൻ്റെ മരണത്തിന് മുമ്പ് രക്ഷ പ്രാപിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് മറിയവും രക്ഷിക്കപ്പെട്ടവളാണ്, അപ്പോൾ ഉത്ഭവപാപമില്ലാതെ ജനിക്കുക എന്നത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിരുന്നു. അതേസമയം അവരുടെ തന്നെ സമകാലികനായ ഒരു ഫ്രാൻസിസ്കൻ സന്യാസി ജോൺ ഡൺ സ്കോട്ടസ് എടുത്ത വാദം ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്: ദെക്വിത്, പൊത്തുയിത്, എർഗോ ഫേച്ചിത്. വാക്യം ഇതാണ്: ദെക്വിത്, ഇറ്റ് വാസ് ബിക്കമിങ്, അത് നല്ലതായിരുന്നു, ഇപ്രകാരം ചെയ്യുന്നത് നല്ലതായിരുന്നു, നല്ല കാര്യമായിരുന്നു. ദെക്വിത്, ഇപ്പോൾ ദൈവം ഇപ്രകാരം ചെയ്യുക എന്നൊരു നല്ല കാര്യമായിരുന്നു. 2 പൊത്തുയിത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇറ്റ് വാസ് പോസിബിൾ, ഇറ്റ് വാസ് ബിക്കമിങ്, ഇറ്റ് വാസ് പോസിബിൾ. 3-ാമത്തേത് എർഗോ ഫേച്ച്, സോ ഹി ഡിഡ് ഇറ്റ്. 2ഉം ശരിയാണ്. 3-ാമത്തേതിന് വിശ്വാസത്തിൻ്റെ ഒരു ചാട്ടം പോലെയാണ്. ഏതായാലും അതങ്ങനെ സ്വീകരിച്ചു. പിന്നീട് സഭ അത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. സഭ എടുത്തു കാണിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. ഇതിനടിസ്ഥാനമായി പറയുന്ന 2-3 ബൈബിൾ വാക്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഇതിനകം പറഞ്ഞ നമ്മുടെ ചർച്ചാ വിഷയമാക്കിയതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത് ഈ സ്ത്രീയുടെ പുത്രനാണെങ്കിലും ആ സ്ത്രീയും സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കുന്നതായി പരിഗണിക്കപ്പെടും. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നതെങ്കിൽ നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിൻ്റെ തല തകർക്കും. സർപ്പവുമായിട്ടുള്ള തിന്മയുമായിട്ടുള്ള നിരന്തര പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മുഴുവനുമാണ് ഈ സ്ത്രീ പ്രതിനിധാനം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന ഒരു ജനനത്തെക്കുറിച്ചൊരു സൂചനയുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും ഇതൊരു വിദൂരമായ ഒരു സൂചന മാത്രമേ ഉള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൂതൻ അവൾ അടുത്തു വന്നു പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളേ സ്വസ്തി. അങ്ങനെയാണ് POC ബൈബിൾ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദൈവ കൃപ നിറഞ്ഞവളേ. ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് വിവർത്തനം ചെയ്യാറുണ്ട്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ. ഇപ്പോൾ ദൈവകൃപ നിറഞ്ഞവെന്നുള്ളത് നന്മ നിറഞ്ഞവെന്നായി എല്ലാം ഒരു വ്യാഖ്യാനമാണ്, പക്ഷേ കൃത്യമായിട്ടുള്ള വിവർത്തനമല്ല. ഖൈരെ ഖെ കരിത്തോമെനെ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഖൈരെ എന്ന് പറഞ്ഞാൽ റിജോയ്സ്. പരലോകരാജസ്ത്രീയെ ആമോദിച്ച് ആനന്ദിച്ചാലും എന്ന് നമ്മൾ ഈ ഉത്ഥാനകാലത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു വാക്കാണ്. ഇതൊരു അഭിസംബോധന രൂപമാണ്. ആനന്ദിച്ചാലും, റിജോയ്സ്, സന്തോഷിച്ചാലും. എന്താണ് ഖൈരെ? യു റിജോയ്സ്. ഖെ ഖരിത്തോമെനെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ ലഭിച്ചവൾ. യു ഹൈലി ഫേവേർഡ് വൺ. ഇതാണ് ഒറിജിനൽ.
ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു കൃപയ്ക്ക് പാത്രീഭൂതയായവളാണ്. എന്താണ് ഈ കൃപ? ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാവാനുള്ള കൃപയാണ്. അപ്പോൾ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ഈ പദം നന്മ നിറഞ്ഞവൾ എന്നല്ല, ദൈവകൃപ നിറഞ്ഞവളെന്നുമല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയായവൾ എന്നാണ് ഒറിജിനൽ അർത്ഥമായിട്ടുള്ളത്. സോ നോട്ട് ഫുൾ ഓഫ് ഗ്രേസ് ബട്ട് സ്പെഷ്യലി ചോസൺ, ഹൈലി ഫേവേർഡ്, സ്പെഷ്യലി ഫേവേർഡ്, പ്രത്യേകമായ ഒരു കൃപ സ്വീകരിച്ചവളാണ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും മാതാവിൻ്റെ അമലോത്ഭവത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. എന്താണ് ഈ സ്പെഷ്യൽ ഫേവർ? എന്താണ് ഈ പ്രത്യേക കൃപ? പ്രത്യേക കൃപ നമുക്കറിയാം, ദൈവമാതാവാകുക, ദൈവപുത്രൻ്റെ അമ്മയാവുക എന്നുള്ളതാണ്. പക്ഷേ അതിന് യോഗ്യമായ ഒരു പീഠമായിരിക്കുവാൻ, ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാവാൻ യോഗ്യമായൊരു വ്യക്തിയാവാൻ ദൈവം ഈ സ്ത്രീയെ മുൻകൂട്ടി നിശ്ചയിച്ചു, മുൻകൂട്ടി തിരഞ്ഞെടുത്തു. നമുക്കറിയാം, ദൈവം ഓരോ വ്യക്തിയെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. ജെറമ്യായോട് പറയും, മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾ പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഗലാത്യക്കാർക്കെതിരെ ലേഖനത്തിൽ പൗലോസും പറയും, അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും ജനിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആരും ഒരു ആക്സിഡൻ്റ് അല്ല. മാതാപിതാക്കന്മാർക്ക് സംഭവിക്കുന്ന കയ്യബദ്ധമൊന്നുമല്ല ഒരു കുഞ്ഞിൻ്റെ ജനനം. അവർ അറിയുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദൈവം ആഗ്രഹിച്ചിട്ടാണ് ഓരോ കുഞ്ഞും ജനിക്കുക. ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചും ദൈവത്തിന് തൻ്റെതായ പ്രത്യേകമായ പദ്ധതിയുമുണ്ട്. ഇപ്രകാരമുള്ള പദ്ധതിയിൽ മറിയത്തെ സംബന്ധിച്ച് ദൈവത്തിന് പ്രത്യേകമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇതാണ്: മനുഷ്യനായി അവതരിക്കാൻ പോകുന്ന ദൈവവചനത്തിന് യോഗ്യമായ ഒരു വാസസ്ഥലമായിരിക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ, രക്ഷകനായി വരുന്നവൻ പാപമേശാത്ത ഒരു ശരീരത്തിൽ വരിക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. തിന്മയ്ക്ക് ഒരിക്കലും അധീനമാകാതെ കാത്തു സൂക്ഷിക്കപ്പെടുക, തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നവനാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവഭാവത്തിൽ നിന്നും അതിൻ്റെതായ എല്ലാ കറകളിൽ നിന്നും ദൈവം മുൻകൂറായി മോചിപ്പിച്ചു, രക്ഷിച്ചു എന്നതാണ് സഭയുടെ ഔദ്യോഗികമായ പഠനം. ഇപ്പോൾ പ്രത്യേകമായി കൃപ ലഭിച്ചവൾ, ആ കൃപ രണ്ട് കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ പാപരഹിതയായി ജീവിക്കുക. രണ്ട്, ദൈവപുത്രൻ്റെ അമ്മയാവുക. 1-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം കാണാം: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അമലോത്ഭവം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതയോ നേട്ടമോ ഒന്നുമല്ല. ജനനം ആരുടെയും യോഗ്യത ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾക്കെന്ത് യോഗ്യതയാണ് ജനിക്കാൻ? ദൈവം ദാനമായി നൽകുന്നു എന്ന് പറഞ്ഞതുപോലെ മറിയത്തിന് ലഭിച്ചത് മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണ്. മറിയത്തിൻ്റെ വാക്കുകൾ മുഴുവനും ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ ദീർഘമായി പറയുന്നുണ്ട് മറിയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് മറിയത്തെ കാണുമ്പോൾ എലിസബത്ത് ഉദ്ഘോഷിക്കുക. കർത്താവ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ മറിയത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെക്കുറിച്ചല്ല, തന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ എളിയ ഒരു അടിയാട്ടി എന്നാണ് ഞങ്ങൾ പഠിക്കുക. പണ്ട് മലയാളത്തിൽ അടിയാട്ടി എന്നാണ് പറയുക. അടിയാനും അടിയാട്ടി. ഇതാ കർത്താവിൻ്റെ അടിയാട്ടി, എൻ്റെ വല്യമ്മ എന്നെ പഠിപ്പിച്ച അടിയാട്ടി എന്ന് പറയാനാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. അർത്ഥമെന്തുമായിട്ട് ഒന്നിതാണ്: എനിക്ക് സ്വന്തമായൊരു ജീവിതമില്ല, സ്വന്തമായൊരു പദ്ധതിയില്ല, സ്വന്തമായൊരു പ്ലാനുമില്ല. കർത്താവിൻ്റെ ദാസി. എല്ലാം നീ തന്നത്, എല്ലാം നിനക്കുള്ളത്. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. അതുകൊണ്ട് മാതാവ് പറയുന്നതാണ്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ അമലോത്ഭവം മുതൽ അങ്ങോട്ടുള്ളതെല്ലാം വലിയ കാര്യങ്ങളാണ്. മറിയത്തിലൂടെ സംഭവിക്കുന്ന വലിയ കാര്യങ്ങളാണ്. മറിയത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. മറിയത്തിലൂടെയാണ് ദൈവാത്മാവ് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിക്കുക. അതിന് അനുവാദം ചോദിച്ചു നിൽക്കുമ്പോൾ മറിയം കൊടുക്കുന്ന മറുപടി ഇതാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിന്, ദൈവത്തിൻ്റെ വിളിക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, അനുസരണത്തോടെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നതും ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണ്. ദൈവം അവളെ ശക്തിപ്പെടുത്തി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഇനി വരും തലമുറകളെല്ലാം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. കാരണം ദൈവം എനിക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങളല്ല പ്രകീർത്തിക്കപ്പെടുക, എന്നിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും ദൈവത്തിലേക്ക് അവൻ പറയുന്നത് ചെയ്യുക. ഇതാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മയുടെ ജീവിതം എപ്പോഴും ഇതായിരുന്നു, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് പ്രഘോഷിക്കുകയാണ് എൻ്റെ ജീവിതം. അത് അപകടങ്ങളിലൂടെ കടന്നു പോകും നമുക്കറിയാം. അവളുടെ ഹൃദയത്തിൽ വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞ് ശിമിയോൻ്റെ പ്രവചനം നമ്മൾ ധ്യാന വിഷയമാക്കിയതാണ്. ആ ശിമിയോൻ്റെ പ്രവചനത്തിലൂടെ വന്ന വാൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു തന്നെ നിന്നു. ശിശുവിനെ 40-ാം ദിവസം ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന അവസരത്തിലാണ് ശിമിയോൻ ഈ പ്രവചനം നടത്തുക. അന്ന് തുളച്ചു കയറിയ വാൾ അവസാനം വരെ ഊരാതെ ഹൃദയത്തിൽ തന്നെ നിന്നു. രക്തം വാർന്നുകൊണ്ടേയിരുന്നു. വലിയ വേദന അവൾ സഹിക്കേണ്ടി വന്നു. അവസാനം കുരിശൻ ചുവട്ടിലും, ആ കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഈ വാളുണ്ട്. പക്ഷേ അത് അവൾ സ്വീകരിച്ചു. ഈ വേദനയും സഹനവുമെല്ലാം തൻ്റെ പുത്രനോട് ചേർത്ത് അവൾ സ്വീകരിച്ചു. അതിന് പരിശുദ്ധാത്മാവ് അവളെ ശക്തിപ്പെടുത്തി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു വലിയ
കാര്യമാണ് പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി ദൈവം സ്വീകരിച്ചു, അവൾക്ക് ജന്മം നൽകിയത്. ഇപ്രകാരം അമലോത്ഭവത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുക, നമ്മൾക്ക് എന്താണ് ഒരു പാഠം? നമ്മളാരും അമലോത്ഭവങ്ങളല്ല, പാപത്തോടുകൂടി ജനിച്ചവരാണ്. ഉത്ഭവം മുതലേ പാപിയാണ്. പക്ഷേ ഈ പാപത്തിൽ നമുക്ക് മോചനം ലഭിക്കുന്നുണ്ട്. പാപത്തിൻ്റേതായ വാസനകൾ, ആസക്തികൾ നമ്മളിലുണ്ട്. പക്ഷേ അവയെ നിയന്ത്രിക്കാൻ, അവയെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. പാപത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതോടൊപ്പം ആത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും, അവിടുന്ന് ഫലമുണ്ടാകും. പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച അതേ ആത്മാവ് നമ്മളും പ്രവർത്തിക്കും. നമ്മൾ അമലോത്ഭവരല്ലെങ്കിലും ഈ ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം ലഭിച്ചവരാണ്. മോചനം ലഭിക്കാൻ സാധിക്കും യേശു ക്രിസ്തുവിലൂടെ. യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പോഴും നമ്മുടെ ജീവിതവും ഇനി അങ്ങോട്ടുള്ളത് അമലോത്ഭവമല്ലെങ്കിലും അമലമായിരിക്കണം. നിർമ്മലമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള കഴിവ് തമ്പുരാൻ നമുക്ക് നൽകും. അതുപോലെ തന്നെ മറിയത്തെ പോലെ ദൈവം ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കെല്ലാം ദൈവം ജീവൻ നൽകിയിരിക്കുന്നത് പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിന് പ്രത്യേകമായൊരു പദ്ധതിയുണ്ട്. ഞാനത് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് അവൻ എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്? ഈ ജീവൻ ഞാൻ എങ്ങനെ ഉപയോഗിക്കണം? എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, എൻ്റെ അവസരങ്ങൾ, എനിക്കുള്ള സമയം, എൻ്റെ ശക്തി എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ അമലോത്ഭവയായ മാതാവ് ദൈവോന്മുഖമായ, ദൈവകേന്ദ്രീകൃതമായ ജീവിതം നയിച്ചതുപോലെ നമ്മളും ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പാപത്തിന് അധീനരാകുകയല്ല, പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുകയാണ് ചെയ്യുക. യേശു ക്രിസ്തുവിലൂടെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച, രക്ഷ ലഭിച്ച നമ്മൾ യേശുവിനോട് ഒന്നിച്ച് ഒരു ശരീരമായി ജീവിക്കേണ്ടവരാണ്. അമ്മയോടൊന്നിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ ഈ അമ്മയുടെ മാതൃക, അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രചോദനമാകട്ടെ, തുണയാവട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് മോചിക്കാനായി അവിടുത്തെ പുത്രനെ അയക്കുമ്പോൾ ആ പുത്രനെ സ്വീകരിക്കാൻ യോഗ്യമായ ഒരു പീഠമായി, ഉപകരണമായി, അമ്മയായി പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും അവളെ അതിനു വേണ്ടി ഒരുക്കുകയും ചെയ്ത ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അമലോത്ഭവയായ പരിശുദ്ധ അമ്മേ, അങ്ങയെപ്പോലെ പരിശുദ്ധരായി ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കാൻ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, എല്ലായിടത്തും സ്നേഹവും ശാന്തിയും സമാധാനവും പ്രസരിപ്പിക്കാൻ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.